ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്കിന്ന് മാക്രോ എക്കണോമിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള പോർഷൻ നോക്കാം. നാഷണൽ ഇൻകം മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 മെത്തേഡ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വാല്യൂ ആഡഡ് മെത്തേഡും ഇൻകം മെത്തേഡും. 3ാമത്തെ മെത്തേഡ് നോക്കാം, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഈ മെത്തേഡിൽ 4 സെക്ടേഴ്സ്, അതായത് ഹൗസ് ഹോൾഡ്സ്, ഫേംസ്, ഗവൺമെൻറ്, ഫോറിൻ സെക്ടർ, ഈ 4 സെക്ടേഴ്സും നമ്മുടെ ഇക്കോണമിക്കകത്തുള്ള ഫേംസിന്മേൽ നടത്തുന്ന എക്സ്പെൻഡിച്ചർ കണക്കാക്കിയിട്ടാണ് നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇക്കോണമിക്കകത്തുള്ള ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് മേൽ ഈ 4 സെക്ടേഴ്സും നടത്തുന്ന എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ ഈ മെത്തേഡിൽ കണക്കാക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മുടെ ഇക്കോണമിയിലുള്ള എല്ലാ ഫേംസിനും കിട്ടുന്ന റവന്യൂസിൻ്റെ സം ടോട്ടൽ എടുത്തിട്ടാണ് നമ്മൾ ഈ മെത്തേഡിൽ GDP കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഒരു ഫേമിൻ്റെ കാര്യം എടുക്കാം. ith ഫേം. ഇപ്പോൾ ഫസ്റ്റ് ഫേം, സെക്കൻഡ് ഫേം എന്നൊക്കെ പറയുന്നത് പോലെ ith ഫേം. രാജ്യത്ത് ഇഷ്ടം പോലെ ഫേംസ് ഉണ്ട്. അതിലൊരെണ്ണമാണ് ith ഫേം. ഈ ith ഫേമിൻ്റെ റവന്യൂ എവിടെ നിന്നൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. അല്ലെങ്കിൽ ഈ ith ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് മേൽ ആരൊക്കെയാണ് എക്സ്പെൻഡിച്ചർ നടത്തുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു 4 പേരാണ് എക്സ്പെൻഡിച്ചർ നടത്തുന്നത്. 4 സെക്ടേഴ്സ്: ഹൗസ് ഹോൾഡ്സും ഫേംസും ഗവൺമെൻറ്റും ഫോറിൻ സെക്ടറും. അപ്പോൾ ith ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് മേൽ ഹൗസ് ഹോൾഡ്സ്, ആദ്യത്തെ സെക്ടറായ ഹൗസ് ഹോൾഡ്സ് എക്സ്പെൻഡിച്ചർ നടത്തുന്നു. ഹൗസ് ഹോൾഡ്സ് നടത്തുന്ന എക്സ്പെൻഡിച്ചറിനെ നമ്മൾ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുക. നമുക്കതിനെ CI കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഇനി 2ാമത്തെ സെക്ടർ ഫേംസ്. ഈ ith ഫേം അല്ലാത്ത മറ്റ് ഫേംസ് ഈ ith ഫേമിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങും. ഇതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റ് ഫേംസ് ith ഫേമിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസിന് മേൽ നടത്തുന്ന എക്സ്പെൻഡിച്ചർ, അതാണ് 2ാമത്തത്. ഈ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും. II എന്ന് ഡിനോട്ട് ചെയ്യും. ഇനി 3ാമത്തെ സെക്ടർ ഗവൺമെൻറ്. ഗവൺമെൻറ് ഈ ith ഫേമിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങും. അല്ലെങ്കിൽ ith ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് മേൽ എക്സ്പെൻഡിച്ചർ നടത്തും. അത് കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും ഉണ്ട്. രണ്ടും കൂടെ ചേർത്ത് നമ്മൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുക. GI കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഇനി 4ാമത്തെ സെക്ടർ ഫോറിൻ സെക്ടർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സെക്ടർ. അതായത് മറ്റ് കൺട്രീസിലുള്ള ആളുകൾ ഈ ith ഫേമിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങും. അതായത് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഈ ith ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് മേൽ മറ്റ് കൺട്രീസിലുള്ള ആളുകൾ എക്സ്പെൻഡിച്ചർ നടത്തും. ചുരുക്കി പറഞ്ഞാൽ ith ഫേമിൽ നിന്ന് എക്സ്പോർട്സ് നടക്കും. ഇതിനെ നമ്മൾ XI കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ith ഫേമിൻ്റെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് കൺസംഷൻ എക്സ്പെൻഡിച്ചറിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെയും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൻ്റെയും എക്സ്പോർട്സിൻ്റെയും സം ടോട്ടലാണ്. അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം? RVI ഈക്വൽസ്
സം ടോട്ടൽ ഓഫ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആൻഡ് export expenditure. That is equal to CI plus II plus GI plus XI. നമ്മളിപ്പോൾ ഒരു ഫേമിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ith ഫേം. ഇതുപോലെ ഒരുപാട് ഫേംസ് ഇക്കോണമിയിലുണ്ട്. ഇക്കോണമിയിൽ n ഫേംസ് ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ n ഫേംസിനും കൂടെ കിട്ടുന്ന ടോട്ടൽ റവന്യൂ എത്രയായിരിക്കും? നമുക്കതിങ്ങനെ എഴുതാം. സിഗ്മ i ഈക്വൽസ് 1 to n RVI ഈക്വൽസ് സം ടോട്ടൽ ഓഫ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ and export expenditure of all firms in the economy. That is equal to sigma equals 1 to n CI plus sigma equals 1 to n II plus sigma equals 1 to n GI plus sigma equals 1 to n XI. ഇത് ഇക്കോണമിക്കകത്തുള്ള ഫേംസിന്മേൽ നടത്തുന്ന എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യം മാത്രമാണ്. ഒരു രാജ്യത്തെ ആളുകൾ ഇക്കോണമിക്കകത്തുള്ള ഫേംസിൽ നിന്ന് മാത്രമല്ല ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്നത്. ഇക്കോണമിക്ക് പുറത്തുള്ള ഫേംസ്, അതായത് ഫോറിൻ കൺട്രീസിലെ ഫേംസിൽ നിന്നും ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങും. അപ്പോൾ ഇക്കോണമിയിലെ ടോട്ടൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ സിഗ്മ i ഈക്വൽസ് 1 to n CI അല്ല, അതിനേക്കാൾ കൂടും. ഇക്കോണമിയുടെ ടോട്ടൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെ നമ്മൾക്ക് C എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. എങ്കിൽ C ഈക്വൽസ് സിഗ്മ i ഈക്വൽസ് 1 to n CI പ്ലസ് CM. CM എന്താണ്? ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസ്. അതുപോലെ ക്യാപിറ്റൽ I ഈക്വൽസ് സിഗ്മ i ഈക്വൽസ് 1 to n II പ്ലസ് IM. IM എന്ന് പറയുന്നത് നമ്മുടെ ഇക്കോണമിയിലുള്ള ഫേംസ് ഫോറിൻ ഫേംസിന് മേൽ നടത്തിയ എക്സ്പെൻഡിച്ചറാണ്. അതുപോലെ ക്യാപിറ്റൽ G ഈക്വൽസ് സിഗ്മ i ഈക്വൽസ് 1 to n GI പ്ലസ് GM. GM എന്ന് പറയുന്നത് ഗവൺമെൻറ് ഫോറിൻ ഫേംസിൽ നടത്തിയ എക്സ്പെൻഡിച്ചറാണ്. ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം. സിഗ്മ ഈക്വൽസ് 1 to n CI ഈക്വൽസ് C മൈനസ് CM. അതുപോലെ സിഗ്മ ഈക്വൽസ് 1 to n II ഈക്വൽസ് I മൈനസ് IM. സിഗ്മ ഈക്വൽസ് 1 to n GI ഈക്വൽസ് G മൈനസ് GM. ഇനി നമുക്ക് മുകളിൽ പറഞ്ഞ റവന്യൂവിൻ്റെ ഇക്വേഷനെ ഇങ്ങനെ എഴുതാം. സിഗ്മ i ഈക്വൽസ് 1 to n RVI ഈക്വൽസ് C മൈനസ് CM പ്ലസ് I മൈനസ് IM പ്ലസ് G മൈനസ് GM പ്ലസ് സിഗ്മ i ഈക്വൽസ് 1 to n XI. ദാറ്റ് ഈസ് ഈക്വൽ ടു C പ്ലസ് I പ്ലസ് G പ്ലസ് sigma i equals 1 to n xi minus cm plus im plus gm. That is equal to c plus I plus g plus x minus m. x എന്ന് പറയുന്നത്
സിഗ്മ i ഈക്വൽസ് 1 to n xi നമ്മൾ എക്സ് എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നതാണ്. CM+IM+GM എന്ന് പറയുന്നത് മൂന്നും ഇമ്പോർട്ട്സിന്മേലുള്ള എക്സ്പെൻഡിച്ചറാണ്. അതുകൊണ്ട് മൂന്നും കൂടെ ചേർത്ത് നമ്മൾ M എന്ന ലെറ്റർ ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നത്. സിഗ്മ i ഈക്വൽസ് 1 to n RVI ഈക്വൽസ് C+I+G+X മൈനസ് M. ഇക്കോണമിയിലുള്ള എല്ലാ ഫേംസിൻ്റെയും ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് GDPക്ക് തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെയാക്കാം? GDP ഈക്വൽസ് C+I+G+X മൈനസ് M. ഇങ്ങനെയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ മൂന്ന് മെത്തേഡ്സിലൂടെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് GDP ആണ്. നമുക്ക് നാഷണൽ ഇൻകമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ GDPയിൽ നിന്നാണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് കുറച്ച് കാൽക്കുലേഷൻസ് കൂടെ നടത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം.